ഹായ് നമസ്കാരം. ഞാൻ ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ വല്യേട്ടൻ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 9:30 ആദ്യത്തെ ഷോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും തിയേറ്ററിൽ വരിക. ടിക്കറ്റുകൾ ബുധനാഴ്ച മുതൽ ടിക്കറ്റുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനിൽ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. രാഗത്തിൽ രാവിലെ 9:30 ഷോ. തൃശ്ശൂർ രാഗത്തിൽ 9:30 ഷോ ഫാൻ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ച് തന്നെ എന്തായാലും രാഗത്തിൽ നമ്മൾ ഫാൻ ഷോ വയ്ക്കുന്നുണ്ട്. വർഷങ്ങളുടെ ഓർമ്മയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഓണത്തിന് ഈ സിനിമ കണ്ട് ഇൻ്റർവെല്ലിന് ഞങ്ങൾ ടൂർ പോകാൻ നിന്ന സമയത്ത് ഇൻ്റർവെൽ വരെ കണ്ട് എങ്ങനെ പോയാലും ഇൻ്റർവെൽ വരെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് കണ്ട സിനിമയാണ്. വീട്ടുകാരെല്ലാവരും കാത്തിരുന്ന സമയത്തും ഇൻ്റർവെൽ വരെയെങ്കിലും കാണണം എന്ന് വിചാരിച്ച് കണ്ട സിനിമയാണ് അന്ന്. അപ്പോൾ ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യാണ്. എത്ര തവണ നമ്മൾ കണ്ടു എന്നറിയില്ല, അത്രയധികം തവണ ജനങ്ങൾ കണ്ടില്ല. ഏറ്റവും കൂടുതൽ കേരളീയർ കണ്ട സിനിമയാണ് വല്യേട്ടൻ. കൈരളി ടി വിയിലൊക്കെ അത്രമാത്രം വന്നില്ല. പക്ഷേ ഇപ്പോഴും ഇന്ന് ഇതിൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിലറിൽ കാണിക്കാം. ട്രെയിലർ ഉണ്ടായിരുന്നു. ആ ട്രെയിലറിന് പോലും വലിയൊരു കയ്യടിയും വലിയൊരു ആഘോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും രാഗ തിയേറ്ററിലേക്ക് സ്വാഗതം. നമ്മളിതുപോലെ തന്നെ വലിയ കട്ടൗട്ടർ തന്നെ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, രാഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന അതേപോലെ കട്ടൗട്ടർ ഇപ്പോഴും വെച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഗത്തിൽ ഇപ്പോഴും വല്യേട്ടൻ്റെ കട്ടൗട്ടർ നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണൽ തൃശ്ശൂർ ഇപ്പോഴും രാഗം തിയേറ്ററിൽ ഗംഭീര ഫ്ലക്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് എല്ലാമെല്ലാമായ മമ്മൂട്ടി ഫാൻസിൻ്റെ എല്ലാമെല്ലാമായ ഷബീറാണ് എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകുന്നത്. ഇപ്പോഴും അന്നും അണ്ടറും ഇൻട്രും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് വാക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ സബീർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ സബീർക്ക നമസ്കാരം. അപ്പോൾ നമ്മൾ വല്യേട്ടൻ എന്ന സിനിമയെ കാത്തിരിക്കുകയാണല്ലേ. വർഷങ്ങൾക്ക് ശേഷം പണ്ട് നമ്മൾ തിരുവോണത്തിനാൾ ആഘോഷിച്ച സിനിമയാണ് വല്യേട്ടൻ. വീണ്ടും വരവായി, അതും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ. അതേപോലെ തന്നെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വലിയൊരു കട്ടൗട്ടർ താങ്കളുടെ നേതൃത്വത്തിൽ വീണ്ടും വെച്ചിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം, എന്താ പറയാനുള്ളത്? 24 വർഷം മുന്നെയാണ് വല്യേട്ടൻ തിയേറ്ററിൽ റിലീസായത്. അതേ ആവേശം തന്നെയാണ് തൃശ്ശൂരിലെ എല്ലാ പ്രവർത്തകർക്കും. അപ്പോൾ രാവിലെ റിലീസിന് അന്ന് 29 രാവിലെ 9:00 ഷോ രാഗം തിയേറ്ററിൽ വെച്ചിട്ടുണ്ട്. അത് ഫാൻസിനും പബ്ലിക്കിനും ചേർന്നുള്ള ഷോ ആണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ആ ഷോയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വരിക, പടം കാണുക, പങ്കുവയ്ക്കും. ഓക്കെ. വേറെ കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കാനുണ്ട്. കാരണം അന്ന് താങ്കൾ അതേ കോസ്റ്റ്യൂമായി തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വന്നിട്ടുള്ളത്. ജുബയും അതുപോലെ തന്നെ ഇപ്പോൾ കഴുത്തിലുണ്ട് ആ മാല പോലെ ഇപ്പോഴും, അതുപോലെ കയ്യിലെ ഷൂ എല്ലാം അതേ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം തന്നെയാണ് അന്ന് നേതൃത്വം നൽകിയത്. നമ്മൾ പലരും അതുപോലെ തന്നെ അന്ന് ജുബയും മുണ്ട് പണിഞ്ഞ് വന്നിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ വല്ലതും? അല്ല, ഞാനെന്തായാലും അതേ കോസ്റ്റ്യൂമിൽ ആയുസുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കോസ്റ്റ്യൂമിലെ വരുള്ളൂ. അതുപോലെ പ്രവർത്തകരോടൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും ആ കോസ്റ്റ്യൂമിൽ. എല്ലാവരും അതേമാതിരി വൈറ്റ് ആൻഡ് വൈറ്റ് വരാണെങ്കിൽ വളരെ സന്തോഷം. നിർബന്ധമില്ല, പ്രവർത്തകരെല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് വന്നാൽ വളരെ നമുക്കതൊരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, നമുക്ക് തകർക്കാം. ഓക്കെ. പ്രവീൺ ഉണ്ട് ഇവിടെ അല്ലേ? ഇവരെല്ലാവരും ഉണ്ട്. ഓക്കെ. ഞങ്ങൾ കുറേ ദൂരേന്ന് വരിക. അറക്കൽ മാതളനുണ്ണി എന്ന് പറഞ്ഞാൽ അറിയുമാവോ? എങ്ങോട്ടാ? ആരെ കാണാനാ? ഇവിടുത്തെ SI എങ്ങനെ അമ്മായി അകത്ത് ഇരട്ട് പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുത്തിയെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കിൽ മാധവനുണ്ണി. ഒഴിക്കോണം, ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ താരി നാട്ടിലൊരു മാടമ്പിയാ, പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ.
എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറില്ല. അതാ ശീലം. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിന് മടിക്കില്ല. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ നീ പോമോനെ ദിനേശ. ഇത് സ്ഥലം മഹാലമ്പ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കണ ഇട്ടിക്കണ്ടപ്പാ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടി ഉണ്ട്. അത് മറക്കരുത്, മറന്നു പോകരുത്. നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ.